ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിതാ ഇന്ന് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിഷുവൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് നല്ല അടിപൊളി സംഭവം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ഒരു മൂന്ന് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫേസൊക്കെ ഇതാക്കില്ലേ, ആ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കിച്ചൺ ടിഷ്യൂ ആയാലും കുഴപ്പമൊന്നുമില്ല, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. കുറച്ചുകൂടി കട്ടിയാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ഇതിനെ മൂന്നാക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈക്വൽ സൈസിൽ നമ്മൾ മൂന്നാക്കി ഇതിനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ മടക്കലും ഇതിൻ്റെ ഒരു കട്ടിങ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇതിൻ്റെ 4 സൈഡുകൾ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പിന്നെ തുറന്നൊന്നും കട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടും. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ 4 സൈഡുകളും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇതേപോലെ 4 ആക്കുമ്പോൾ കണ്ടോ, ഇത് ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇനി ഈ പീസിനെ നമ്മൾ എടുത്തിട്ട് 4 ആക്കി വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 4 പീസസ് ആയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വലായിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഈ എൻഡ് ഭാഗങ്ങളുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് കേവ് പോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് തുറക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കേവാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഇതിങ്ങനെ തുറന്നെടുക്കുമ്പോൾ നോക്കൂ, ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ പതുക്കെ ഇതിനെ ഇങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 4 കട്ടിങ്സാണ് നമുക്ക് ഒരു ഷീറ്റിൽ വേണ്ടു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ കിട്ടും. അപ്പോൾ എല്ലാം അത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി 4 പോർഷൻ കട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വലിക്കണം, കീറാതെ എന്ന് മാത്രമേ ശ്രദ്ധിക്കണ്ടൂ കേട്ടോ. ഇനി അതിന് ശേഷം ഇതേപോലെ ഒരു പീസ് നമ്മൾ എടുക്കാം. അതായത് നമ്മൾ ചെയ്തിട്ടില്ലേ, എന്നിട്ട് അതിനൊന്ന് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഫിംഗർ വെച്ച് ഇങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഓക്കെ, വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതുപോലെ ഒന്നുകൂടെ കാണിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ വരുന്ന ഭാഗം ഇങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ചുരുട്ടിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ വെള്ളത്തിൽ കുറച്ച് ഗ്ലൂവും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റിക്ക് ആയിക്കോളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ കണ്ടോ, ഇപ്പോൾ ഏകദേശം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പൂവാണ് കേട്ടോ, മുല്ലപ്പൂവിൻ്റെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുല്ലപ്പൂവിൻ്റെ വേർഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിതാ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫുള്ള് നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എത്രത്തോളം നമുക്ക് പൂ വേണം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി കെട്ടിക്കൊടുക്കുക. അതിനായിട്ട് വളരെ ഈസിയല്ലേ കെട്ടാനായിട്ട്. ഇതേപോലെ ഒരു പൂവ് എടുക്കുക, ഇങ്ങനെ വെക്കുക, ഒന്ന് ജസ്റ്റ് ആ ത്രെഡൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്ത് അവിടെ കെട്ട് വീഴും. കണ്ടോ, ഇത്ര ഈസിയാണ് കേട്ടോ പൂ കെട്ടാനായിട്ട്. അപ്പോൾ പൂ കെട്ടുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. ഇനി വീണ്ടും നമ്മൾ അടുത്ത പൂ വയ്ക്കുക. അടുത്ത പൂവും വെച്ചിട്ട് അതിനെ നമ്മൾ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോരോ പൂവിനെയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ലൈക്കും തരണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്ലവറൊക്കെ കെട്ടി എടുക്കാം. നമുക്ക് എത്ര ഉണ്ടോ അത്യാവശ്യം ഉണ്ടോ അതിനനുസരിച്ച് കെട്ടാം കേട്ടോ. അപ്പോൾ ദൂരെ നിന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്ലവറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കെട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ ഫ്ലവർ എന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കെട്ടാൻ അറിയാലോ, ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇടുക. ഈ ഒരു വിധത്തിൽ ഒന്ന് കൈ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുല്ലപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പിരിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു നല്ല റിയൽ ഫ്ലവറിൻ്റെ ഒരു ലുക്ക് വരും. കൈ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് വരും കേട്ടോ. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇനി കുറച്ചും കൂടെ വീണ്ടും ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ വേണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ദൂരെ നിന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ വേറൊരു മെത്തേഡ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എങ്ങനെയുണ്ട്? ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരാം. ബൈ ബൈ.